ഇന്ന് കുഴിയൊക്കെ കുഴിച്ച് അതിലേക്ക് കുറേ ചപ്പും ചവറും കരിയിലൊക്കെ ഇട്ട് വെച്ച് ഇവനെ നമുക്കതിൽ നടാനായിട്ട് പോവാണ്. ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ റംബൂട്ടാൻ E35 എന്ന് പറയുന്നത് യെല്ലോ റംബൂട്ടാനാണ്. മറ്റേ റെഡിനെ അപേക്ഷിച്ച് നല്ല പളുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരെണ്ണം വാങ്ങി. എന്തായാലും നമുക്കിതൊന്ന് നട്ട് കൊടുക്കണം. അപ്പോൾ കുറേ ചപ്പും ചാടാലൊക്കെ ഇട്ട് കൊടുത്തത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വേഗം തന്നെ വേരൊക്കെ ഓടാനായിട്ടാണ് കുറേ ചവറൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും മല്ലിപ്പൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ കൂടി ചേർന്ന മിശ്രിതമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വയ്ക്കുമ്പോൾ തന്നെ ജൈവവളങ്ങളാണ് കൊടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ കവറിൽ നിന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. മണ്ണ് ഇങ്ങനെ കവറിൽ തറഞ്ഞിരിക്കുകയാണ്. കവറിൽ മണ്ണ് ഒരു 350 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത് നമുക്ക്. അപ്പോൾ ഇതിലേക്ക് മണ്ണ് നല്ല കട്ടിയായിട്ടിരിക്കുന്നത് കാരണം കൊണ്ട് പുറത്തേക്ക് വന്ന് വേരോടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ വേരില്ലാത്ത ഭാഗത്തു നിന്ന് ആ കട്ടിയുള്ള മണ്ണൊന്ന് കുറച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ഞങ്ങൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തത്. എന്നിട്ട് ചെരിവൊന്നുമില്ലാതെ നേരെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് വയ്ക്കുക. ബാക്കി മിക്സ് ചെയ്ത് വെച്ചിരുന്ന ജൈവവളം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മണ്ണിട്ട് നല്ലോണം പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിയിലും കൂടി ഇട്ട് നല്ലോണം വേരോടിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചപ്പും കരിയിലൊക്കെ കുറേ എടുത്ത് ചാക്കിലാക്കി ശേഖരിച്ച് വെക്കും ആവശ്യത്തിന് ഇതുപോലെ എടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് വെട്ടിയിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് നനച്ച് കൊടുക്കണം. നന്നായിട്ട് നനച്ച് കൊടുത്ത് പിന്നെ ഇത് നന്നായിട്ട് വലുതായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വളങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി സെറ്റാക്കാം അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ.